ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഒരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആദ്യം മാറ്റി വയ്ക്കുക. 1 കിലോ ബീഫാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, പെപ്പർ പൗഡർ, ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വേവിക്കാനായി കുക്കർ വയ്ക്കുക. ഈ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബസുമതി റൈസ് കഴുകി ഊറ്റി മാറ്റി വയ്ക്കുക. ഒരു സവാള അരിഞ്ഞത് നല്ല പോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ബാക്കി വന്ന ഗീയിൽ കുറച്ച് റേസിൻസ് നമുക്ക് വറുത്തെടുക്കാം. ബാക്കി വന്ന ഗീ ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, 2 ബേ ലീവ്സ് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ചേർക്കുക. നമ്മൾ നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബസുമതി റൈസ് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത് വഴി നമുക്കത് കട്ട പിടിക്കാതെ വെവ്വേറെ കിടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഇവിടെ 2 കപ്പിന് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 മിനിറ്റ് നേരമെങ്കിലും ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ ഇടുക. ഇനിയും മസാല കൂട്ട് തയ്യാറാക്കാനായി ഇതേപോലെ തന്നെ വലിയൊരു കട്ടിയുള്ള പാത്രം എടുക്കുക. ഇതിലേക്ക് സവാള ആഡ് ചെയ്യുക. 1 കപ്പിന് 1 സവാള എന്ന കണക്കനുസരിച്ച് ഇവിടെ 2 കപ്പിന് 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ അരി വെന്ത് പാകത്തിനായിട്ടുണ്ട്. സവാള നല്ല സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ബാക്കി വന്നത് ഇടുക. അതും നല്ലപോലെ വഴന്നതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റുക. തക്കാളി ഇടുമ്പോൾ അത് നല്ലപോലെ വേവിച്ച് കിട്ടാൻ വേണ്ടി അത് കുറച്ചു നേരം അടച്ചു വയ്ക്കുക. തക്കാളി നല്ലപോലെ വെന്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും ഒഴിക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുക. ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കിയപ്പോൾ ഈ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കുക. ഓരോ ലെയറായിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അലങ്കരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇടുക. അതുകൂട്ട് തന്നെ പശുവിൻ നെയ്യ് ഇടുന്നത് വഴി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. ഇതിന് ശേഷം നമ്മളിത് നല്ലപോലെ അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇതങ്ങനെ റെഡിയായി ബീഫ് ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ just try out this recipe. Thank you for watching. Bye bye.